കഴിഞ്ഞ ക്ലാസ്സിൽ ഖുർആനിലെ ഏറ്റവും വൃത്തികെട്ട ഒരു വാക്യമാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തത് 4:24. അതിൽ 2 മഹാവൃത്തികേടുകളാണ് പറയുന്നത്. ഒന്ന്, സ്ത്രീകളെ താൽക്കാലികമായി വാടക കൊടുത്ത് പ്ലഷർ സെക്സ് അനുഭവിച്ച് പറഞ്ഞു വിടുന്ന മുത്തുക എന്ന് പറയുന്ന ഏർപ്പാട്, അതായത് ഇസ്ലാമിക് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാവുന്ന ഏർപ്പാട്. 2, അടിമ സ്ത്രീകളെ അവർക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിലും ഉടമകൾക്ക് ഭോഗിക്കാം, ഭർത്താവിൻ്റെ മുന്നിലിട്ട് അവരെ ബലാത്സംഗം ചെയ്യുന്നതിനും കുഴപ്പമില്ല. അതാണ് സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഇത്രയും വൃത്തികെട്ട 2 കാര്യങ്ങൾ കഴിഞ്ഞ വാക്യത്തിൽ നമ്മൾ വിശദമായി വിശകലനം ചെയ്യുകയുണ്ടായി. ഈ വാക്യം അവതരിപ്പിച്ച ചരിത്ര സന്ദർഭം ഏതാണ് എന്നൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ടായി. ഒരു ദൈവം ആകാശത്ത് നിന്ന് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി അവസാനത്തെ കിതാബായി കൊടുത്തയച്ച കിതാബിലാണ് ഈ മാതിരി 6 വഷളത്തരം എഴുതി വച്ചിട്ടുള്ളത് എന്നത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. ഇനി അടുത്ത വാക്യം ഇതിൻ്റെ തുടർച്ചയാണ്. അടിമ സ്ത്രീകളെ ഭർത്താവിൻ്റെ മുന്നിലിട്ടും ഭോഗിക്കാമെന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റൊരു വൃത്തികേടാണ് അടുത്ത വാക്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. 25-ാമത്തെ വാക്യം. ومن لم يستطع منكم طولا أن ينكح المحصنات المؤمنات فمما ملكت أيمانكم من فتياتكم المؤمنات والله أعلم بإيمانكم بعضكم من بعض فانكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف محصنات غير مسافحات ولا متخذات أخدان فإذا أحصن فإن أتين بفاحشة فعليهن نصف ما على المحصنات من العذاب ذلك لمن خشي العنة منكم وأن تصبروا خير لكم والله غفور رحيم. നിങ്ങളിൽ നിന്ന് വല്ലവർക്കും സത്യവിശ്വാസിനികളായ മുഹ്സനത്തായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിന് സാമ്പത്തിക ശേഷി ഇല്ലാത്ത പക്ഷം അവർ സത്യവിശ്വാസിനികളായ നിങ്ങളുടെ വലിയക്കാരികളിൽ നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരിൽ നിന്ന്. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹു ഏറ്റവും അറിയുന്നവനാകുന്നു. നിങ്ങളിൽ ചിലരിൽ നിന്നുള്ളവരാണല്ലോ. ആകയാൽ അവരുടെ ആൾക്കാരുടെ സമ്മതപ്രകാരം, അവരുടെ അഹ്ലുകാരുടെ സമ്മതപ്രകാരം നിങ്ങൾ അവരെ നിക്കാഹ് ചെയ്തു കൊള്ളുക. മര്യാദ പ്രകാരം അവരുടെ ഉജൂർ അഥവാ കൂലി, അവരെ ഉപയോഗിക്കുന്നതിനുള്ള കൂലി അവർക്ക് കൊടുക്കുകയും ചെയ്യുക. വേശ്യാവൃത്തി ചെയ്യുന്നവരല്ലാതെ, സ്വകാര്യ വേഴ്ചക്കാരെ സ്വീകരിക്കുന്നവരല്ലാതെ ചാരിത്രശുദ്ധിയുള്ളവരായ നിലയിൽ, അങ്ങനെ അവർക്ക് ചാരിത്ര്യ സംരക്ഷണം ലഭിച്ചിട്ട് അവർ വല്ല നീചവൃത്തിയും കൊണ്ടുവന്നുവെങ്കിൽ അപ്പോൾ ചാരിത്രശുദ്ധകളായ, അതായത് മുഹ്സനാത്തായ സ്വതന്ത്ര സ്ത്രീകളുടെ മേലുണ്ടാകുന്ന ശിക്ഷയുടെ പകുതി അവരുടെ മേൽ ഉണ്ടായിരിക്കും. അത് നിങ്ങളിൽ അസഹ്യതയെ ഭയപ്പെടുന്നവർക്ക് മാത്രമാകുന്നു. നിങ്ങൾ ക്ഷമിക്കുന്നതാവട്ടെ നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമത്രേ. അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. എന്താണ് ഈ വാക്യത്തിൽ പറയുന്നത്? ഇവിടെ പറയുന്നത്, പൈസ കൊടുത്ത് ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈംഗിക ആസക്തിയെ ഒരു നിലക്കും ക്ഷമിച്ചും സഹിച്ചും നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ഞാൻ നിങ്ങൾക്കൊരു പോംവഴി പറഞ്ഞുതരാം. എന്താ പോംവഴി? നിങ്ങളുടെ ചുറ്റുപാടുള്ള അടിമ ഫാം നടത്തുന്ന ഉടമസ്ഥരെടുത്ത് പോയിട്ട് അവർ വളർത്തുന്ന ഏതെങ്കിലും അടിമ സ്ത്രീയെ അല്ലറ ചില്ലറ കാശ് കൊടുത്തിട്ട് നിക്കാഹ് നടത്തിക്കോളൂ. അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. എന്നിട്ട് അതിന് കുറേ ഉപാധികൾ പറയുന്നു. അങ്ങനെ നിങ്ങളൊരു പെണ്ണിനെ നിക്കാഹ് നടത്തുകയാണെങ്കിൽ ആ പെണ്ണിന് പിന്നെ വേറെ ജാരന്മാരൊന്നും ഉണ്ടാവില്ല.
ആ പെണ്ണ് പിന്നെ വേറെ വ്യഭിചാരത്തിനൊന്നും പോകില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ഇനി അഥവാ നിക്കാഹ് ചെയ്ത് നിങ്ങൾ ഏറ്റെടുത്തിട്ടും അവർ അത്തരം പ്രവൃത്തികൾക്ക് പോവുകയാണെങ്കിലോ അവർക്ക് സാധാരണ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി ശിക്ഷ കൊടുത്താൽ മതി. ആർക്ക്? ഈ അടിമ പെണ്ണുങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾ നിക്കാഹ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം, അതിൻ്റെ അഹ്ലുകാർ, അതായത് ആ അടിമ പെണ്ണിൻ്റെ ഉടമസ്ഥരായ ആൾക്കാരുടെ സമ്മതത്തോടു കൂടി വേണം ചെയ്യാൻ. എന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുക്കുകയും വേണം ഈ പെണ്ണിൻ്റെ വിലയായിട്ട് അല്ലെങ്കിൽ വാടകയായിട്ട്. ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു സ്വതന്ത്ര സ്ത്രീയെ കല്യാണം കഴിച്ച് കൂടെ പാർപ്പിക്കാനോ ഒരടിമ സ്ത്രീയെ വില കൊടുത്ത് വാങ്ങി കൂടെ പാർപ്പിക്കാനോ കഴിയാത്ത ഒരാൾ ഈ ലൈംഗിക ശേഷി അയാൾ അടക്കി ഒതുക്കി ക്ഷമിച്ചിരിക്കുന്നതാണ് അയാൾക്ക് നല്ലത്. പക്ഷേ അതിന് അയാൾക്ക് തീരെ കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിർബന്ധിത അവസ്ഥയിലാണെങ്കിൽ, ഒരു മുട്ടാപ്പോക്ക് പോംവഴി എന്ന നിലക്ക് അയാൾക്ക് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സൂത്രം പറഞ്ഞുതരാം. നിങ്ങളുടെ ചുറ്റുപാടുള്ള അടിമകളെ വളർത്തുന്ന ഉടമസ്ഥരുടെ അടുത്ത് പോയിട്ട് അവരെ സമ്മതം ചോദിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലിക്കാശ് കൊടുത്തിട്ട് ഒരടിമ പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിച്ച് നിക്കാഹ് ചെയ്യിച്ചോളൂ. കല്യാണം കഴിക്കുക എന്നാണ് പരിഭാഷകരൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലെ നിക്കാഹ് എന്ന വാക്ക് ഇന്നത്തെ നമ്മുടെ വിവാഹം എന്ന അർത്ഥത്തിൽ ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൈസ കൊടുത്ത് ഉടമസ്ഥൻ്റെ സമ്മതത്തോടു കൂടി ആ അടിമ പെണ്ണിനെ വാങ്ങിക്കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞത് ഓർക്കണം. ഈ അടിമ പെണ്ണിനെ വേറൊരാൾ കല്യാണം കഴിക്കാൻ ആ ഉടമസ്ഥൻ സമ്മതിച്ച് കല്യാണം കഴിച്ചാലും ആ ഭർത്താവിന് മാത്രമുള്ളതല്ല ഈ അടിമപ്പെണ്ണ്. ഈ അടിമപ്പെണ്ണിനെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനും ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാനും ഉടമസ്ഥനുള്ള അവകാശം അവിടെ ഉണ്ട്. അത് രണ്ടും കൂടിയാണ് ഇനി പോവുക. അത് രണ്ടും കൂടി ആയതുകൊണ്ടുള്ള കുഴപ്പം കാരണമാണ് നിവൃത്തിയില്ലെങ്കിൽ ഈ പണിക്ക് പോയാൽ മതി കേട്ടോ എന്ന് അവസാനം പറയുന്നത്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഇതാണ് ഈ ആയത്തിലെ ആശയം. ഇതാരോട് പറഞ്ഞതാണ്? ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരോടും. എന്തിനു പറഞ്ഞതാണ്? അവർ എങ്ങനെയാണ് ഇവിടെ ധാർമ്മിക ജീവിതം നയിക്കേണ്ടത് എന്ന് സ്വയം തിരിച്ചറിയാനുള്ള ബുദ്ധിയും യുക്തിയും അവർക്ക് ഇല്ലാത്തതുകൊണ്ട്, അവരുടെ യുക്തിയും ബുദ്ധിയും പരിമിതമായതുകൊണ്ട് അവർക്ക് ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് നൂലുമ കെട്ടിയിട്ട് പ്രപഞ്ച സൃഷ്ടാവ് ഇറക്കി കൊടുത്ത നിയമം, അതും അവസാനത്തെ നിയമം. ഇനി അതിനകത്ത് മാറ്റം വരുത്തുന്ന പ്രശ്നമേ ഇല്ല. ഇനി അതിനകത്ത് വേറെ ഒരാളും വരാനുമില്ല. അവസാനത്തെ കിതാബിൽ അവസാനത്തെ നിയമമായിട്ട് പ്രപഞ്ച സൃഷ്ടാവ് നൂലുമ കെട്ടി ആകാശത്ത് നിന്ന് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടി ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ കിതാബിലാണ് പറയുന്നത്, പെണ്ണ് കെട്ടാൻ കായില്ലെങ്കിൽ നിങ്ങൾ അടിമ ഫാം നടത്തുന്നവരടുത്ത് പോയിട്ട് തൽക്കാലം ലേശെങ്കിലും പൈസ കൊടുത്തിട്ട് അടിമ പെണ്ണിനെ വാങ്ങിക്കൊണ്ടെന്ന് ശരിയാക്കിക്കോളൂ. ഒരടിമയെ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിവില്ലാത്തവരോടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അയാൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഒരടിമയുടെ വിലയല്ല കേട്ടോ. എന്തിൻ്റെ വിലയാണ് എന്ന് ഇനി പറയാൻ പോകുന്നുണ്ട്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് പടച്ചോൻ്റെ കിതാബിലുള്ള ധാർമ്മികത. മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ, മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഒരു ദൈവം ഇറക്കിയതാണ് എന്ന് ഈ കാലത്ത് വിശ്വസിക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ മതവിശ്വാസം എന്ന വിഷലിപ്തമായ ലഹരി നിങ്ങളുടെ ചിന്താശക്തിയെയും നിങ്ങളുടെ മസ്തിഷ്കത്തെയും മാത്രമല്ല നിങ്ങൾക്കുള്ളിലെ സഹജമായ മനുഷ്യത്വത്തെ പോലും ചോർത്തിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഇനി നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഈ ആയത്തിൻ്റെ സന്ദർഭം എന്താണ് എന്നറിയാൻ വേണ്ടി ഞാൻ തഫ്സീറുകൾ പരിശോധിച്ചു. അപ്പോൾ സന്ദർഭം വിവരിക്കുന്ന അസ്ബാബുൻ നുസൂൽ എന്ന വാഹിദിയുടെ തഫ്സീറിൽ പോയി നോക്കുമ്പോൾ അവിടെ വാതിലടച്ച് കിടക്കുന്നതാണ് കണ്ടത്. ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ മറ്റു തഫ്സീറുകളിലൊക്കെ തപ്പി, കിട്ടാവുന്ന തഫ്സീറുകളിൽ മുഴുവൻ തപ്പി ഇതിൻ്റെ സബബുൻ നുസൂൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്നാലേ നമുക്ക് ഇതിൻ്റെ കൃത്യമായ ആശയം മനസ്സിലാവുള്ളൂ. ഏത് സന്ദർഭത്തിൽ ആരോട് പറഞ്ഞു എന്നറിഞ്ഞാലേ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷേ ഒരു തഫ്സീറിലും ഇതിൻ്റെ സബബ് കൊടുത്തിട്ടില്ല. ഒരുപക്ഷേ ആ സബബ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭീകരത മനുഷ്യന്മാർക്ക് മനസ്സിലാവുമെന്നതുകൊണ്ട് ബോധപൂർവം മുക്കിയതാവാം, അല്ലെങ്കിൽ അത് കിട്ടാതെ പോയതാവാം. എന്തായാലും അത് തിരഞ്ഞിട്ട് കിട്ടിയില്ല. ഇനി ഇബ്നു അബ്ബാസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. ആൻഡ് ഹൂസോ ഈസ് നോട്ട് ഏബിൾ ടു അഫോർഡ് ടു മാരി ഫ്രീ ബിലീവിംഗ് വിമൻ ലെറ്റ് ദം മാരി ഫ്രം ദ ബിലീവിംഗ് മെയ്ഡ്സ് ഹും യുവർ റൈറ്റ് ഹാൻഡ്സ് പൊസസ്. ഇവിടെ നിങ്ങളുടെ വലങ്കൈകൾക്ക് ഉടമപ്പെട്ട എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അത് സ്വന്തം അടിമ സ്ത്രീകളെ അല്ല എന്നാണ് ഈ വാചകത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്നും ഇതിൻ്റെ തഫ്സീറുകളിൽ നിന്നും വ്യക്തമാകുന്നത്. സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നം വരുന്നില്ല. കാരണം അതിനെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. കല്യാണം കഴിക്കാതെ തന്നെ
നിക്കാഹ് നടക്കും. അപ്പോൾ സ്വന്തമായി ഒരു അടിമ സ്ത്രീയെ വാങ്ങാനും കല്യാണം കഴിക്കാനും പൈസ ഇല്ലാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത മുട്ടാപ്പോക്ക് വഴിയാണ് ഇത്. അപ്പോൾ ആരുടെ അടിമയൊക്കെ നിങ്ങളുടെ എന്ന് പറഞ്ഞ് പൊതുവായിട്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ വലം കൈകൾക്ക് ഉടമപ്പെട്ടവർ എന്ന് അടിമകളെക്കുറിച്ച് പറയാൻ വേണ്ടി ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷാ ശൈലിയാണ്. അത് ഈ പറയുന്നത് ആരോടാണോ അവരുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമകൾ എന്ന അർത്ഥത്തിൽ ആവണമെന്നില്ല. മറിച്ച് നിങ്ങൾ എന്നിവിടെ വിളിക്കുന്നത് സ്വതന്ത്രരായ പുരുഷന്മാരായ മുസ്ലിങ്ങളെയാണ്. അപ്പോൾ മുസ്ലിങ്ങളായ പുരുഷന്മാരായ സ്വതന്ത്രരോട് പൊതുവായിട്ട് പറഞ്ഞതാണ് നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്ന് എന്ന്. അങ്ങനെയുള്ളവരെ പോയിട്ട് നിക്കാഹ് കഴിച്ചോളൂ. ഇവിടെ മാരി എന്നാണ് എഴുതിയിട്ടുള്ളത്, നിക്കാഹ് എന്നാണ് അറബിയിൽ കൊടുത്തിട്ടുള്ളത്. ഹു ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ബിലീവേഴ്സ്, വിശ്വാസികളായ ഉടമസ്ഥരുടെ കൈവശമുള്ളവരായിരിക്കണം. അല്ലാഹ് നോസ് ബെസ്റ്റ് കൺസേണിങ് യുവർ ഫെയ്ത്ത്. അതിൽ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹുവിനാണ് അറിയാവുന്നത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു അലവലാതിയെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ പെണ്ണിനെ തിരഞ്ഞോ പോകുമ്പോൾ ഈ പെണ്ണിൻ്റെ ഉടമസ്ഥൻ ഒരു വിശ്വാസിയാണ് എന്ന കാര്യത്തിലോ അതല്ലെങ്കിൽ ഈ പെണ്ണ് ഒരു വിശ്വാസിനിയാണെന്ന കാര്യത്തിലോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതൊന്നും അത്ര കാര്യമാക്കണ്ട. അതൊക്കെ അള്ളാഹുവിനെ അറിയാം വിശ്വാസി ആരാണ് അവിശ്വാസി ആരാണ് എന്നൊക്കെ. അതുകൊണ്ട് അതും കാര്യമാക്കണ്ട. ഇനി ഉടമസ്ഥൻ വിശ്വാസി അല്ലെങ്കിലും ഈ പെണ്ണ് വിശ്വാസിയാണായാൽ മതി, പെണ്ണ് വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ അപ്പുറം തെളിവൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട. അതൊക്കെ അള്ളാഹ് നോക്കിക്കോളും. ആരല്ല നിങ്ങളങ്ങനെ ഒരു പെണ്ണിനെ പോയി പൈസ കൊടുത്ത് കൊണ്ടുവന്നോളൂ എന്നാണ് ഈ പറയുന്നത്. പിന്നെ യു പ്രൊസീഡ് വൺ ഫ്രം അനദർ, അതാണ് നിങ്ങൾ ചിലരിൽ നിന്നുണ്ടായതാണല്ലോ എന്നൊരു വാക്യം അതിനെ തുടർന്ന് വരുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ് അവിടെ തിരികെ ചേർത്തത് എന്നത് വ്യക്തമല്ല. അതിൻ്റെ ആശയം എന്താണ് എന്നും വ്യക്തമല്ല. അവിടെ 2-3 അഭിപ്രായങ്ങളാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുള്ളത്. വിശ്വാസമൊക്കെ ഞാൻ നോക്കിക്കോളാം, അതൊക്കെ അള്ളാഹുവിന് അറിയാം, നിങ്ങളേതായാലും നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ളവർ തന്നെയാണല്ലോ ചിലരൊക്കെ എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് യാതൊരു വ്യക്തതയില്ല. അതിന് ഇബ്നു അബ്ബാസ് 3 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, യു ആർ ആൾ ദ ചിൽഡ്രൻ ഓഫ് ആദം, നിങ്ങളൊക്കെ ആദമിൻ്റെ മക്കൾ തന്നെ അല്ലേ എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞത് എന്നാണ് ഒരഭിപ്രായം. ഇറ്റ് ഈസ് ആൾസോ സെഡ് ദാറ്റ് ദിസ് മീൻസ് സം ഓഫ് യു ഫോളോ ദ റിലീജിയൻ ഓഫ് അതേഴ്സ്, നിങ്ങളുടെ കൂട്ടത്തിൽ മറ്റു മതങ്ങളെ വിശ്വസിക്കുന്നവരും ഫോളോ ചെയ്യുന്നവരും ഉണ്ടല്ലോ എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് മറ്റൊരഭിപ്രായം. അങ്ങനെ അർത്ഥം പറയാൻ കാരണം ഈ പെണ്ണിനെ തിരഞ്ഞു പോകുന്ന ഉടമസ്ഥൻ മുസ്ലിം ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അത് ജൂതൻ്റെയോ അല്ലെങ്കിൽ വേറെ ക്രിസ്ത്യാനിയുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ആയാലും കുഴപ്പമില്ല എന്ന അർത്ഥത്തിലായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഏതായാലും ചിലരിൽ നിന്നൊക്കെ ഉണ്ടായതാണല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഈ പറയുന്നത്. ഒന്ന്, നിങ്ങൾ ആദമിൻ്റെ മക്കൾ തന്നെ ആണല്ലോ എന്ന അർത്ഥത്തിൽ. മറ്റൊന്ന്, നിങ്ങളും ചിലരൊക്കെ വേറെ മതം ഫോളോ ചെയ്യുന്നവരാണല്ലോ എന്ന അർത്ഥത്തിൽ. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ സെഡ് ദാറ്റ് ദിസ് മീൻസ് യു ആർ സ്ട്രെങ്തൻഡ് ബൈ വൺ അനദർ, ഒരാളുടെ ശക്തിയായിട്ട് മറ്റൊരാൾ നിൽക്കുന്നുണ്ടല്ലോ. അതായത് നിങ്ങൾ ഒരുമിച്ച് സഹകരിച്ചാണല്ലോ ഇപ്പോൾ പോകുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ മറ്റൊരാളെ ആശ്രയിച്ചൊക്കെ ആണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിൻ്റെ അകത്ത് പെണ്ണെട്ടാൻ കാശില്ലാത്തവർക്ക് ഇങ്ങനെയുള്ള ചില ഇടപാടുകളൊക്കെ നടത്താൻ കുഴപ്പമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ വെറ്റ് ദം മാരി ദ മെയ്ഡ്സ് ബൈ പെർമിഷൻ ഓഫ് ദെയർ ഫോൾ, ദെയർ ഓണേഴ്സ്, അവരുടെ ഉടമസ്ഥരുടെ സമ്മതത്തോടു കൂടി നിങ്ങൾ അവരെ വെൽക്കുക, അവരെ നിങ്ങൾ നിക്കാഹ് ചെയ്യുക. ആൻഡ് ഗിവ് ദം ദെയർ പോർഷൻസ് ദെയർ ഡൗറി ഇൻ കൈൻഡ്നെസ്, അവർക്ക് നിങ്ങൾ കഴിയുന്ന ഡൗറി കൊടുക്കുക, വിവാഹമൂല്യം, അതായത് മഹർ കൊടുക്കുക. പെണ്ണിൻ്റെ ഗുഹ്യസ്ഥാനത്തിൻ്റെ വില, അതാണല്ലോ അതിൻ്റെ നിർവചനം. അപ്പോൾ നിങ്ങളുടെ ഗുഹ്യസ്ഥാനത്തിൻ്റെ വില അവർക്ക് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഈ അവർക്ക് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ഉടമസ്ഥർക്കായിരിക്കാനാണ് സാധ്യത, പെണ്ണിനല്ല. കാരണം പെണ്ണ് അടിമയാണെങ്കിൽ പെണ്ണ് എത്ര രൂപ എങ്ങനെ സമ്പാദിച്ചാലും അതിൻ്റെയൊക്കെ അവകാശം ഉടമസ്ഥനാണ്. അതുകൊണ്ട് ഈ പൈസ ഉടമസ്ഥന് കൊടുത്തിട്ട് നിങ്ങൾ ഈ പെണ്ണിനെ കൊണ്ടുപോയിക്കോളൂ എന്നാണ് പറയുന്നത്. കൊടുക്കേണ്ട പൈസ, ആ മൂല്യം എത്ര ആയിരിക്കണം എന്നത് സൂചിപ്പിക്കുന്ന ഒരു വാചകം ഇബ്നു അബ്ബാസ് കൊടുത്തിട്ടുണ്ട്. ഓൺ ടോപ്പ് ഓഫ് ദ പ്രൈസ് ഗിവൺ ടു ദ പ്രോസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രൊവൈഡിങ് സെക്സ്, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന് നിങ്ങൾ ലൈംഗിക തൊഴിലാളികളെ വിളിച്ചുകൊണ്ടുപോയിട്ട് നിങ്ങൾ അതിന് കൂലി കൊടുക്കുന്നുണ്ടല്ലോ, അതിനേക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. പ്രോസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്ന കൂലി, ഒരു പഠിച്ചവൻ്റെ കിതാബിൻ്റെ വ്യാഖ്യാനമാണിത്, ആലോചിച്ച് നോക്കണം നിങ്ങൾ. പ്രോസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്ന കൂലി എത്രയാണോ അതിനേക്കാളും ലേശം മുന്തിയ ഒരു കൂലി നിങ്ങൾ കൊടുത്തോളി, എന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയിക്കോളി. അങ്ങനെയുള്ള കൊണ്ടുപോകുന്ന പെണ്ണുങ്ങൾ ദേ ബീങ് ഹോണസ്റ്റ്, അവർ സത്യസന്ധരായിരിക്കണം. ഹി സെയ്സ് മാരി ദോസ് മെയ്ഡ്സ് ഹൂ ആർ ചാസ്റ്റ്, അവർ ചാരിത്രവതികളായിരിക്കണം. നോട്ട് ദോസ് ഹൂ കമ്മിറ്റ് അഡൾട്ടറി ഇൻ ഓപ്പൺ,
പരസ്യമായിട്ട് വ്യഭിചാരം ചെയ്യുന്നവരാകരുത്. നോർ ദോസ് ഹൂ ഹാവ് ലവേഴ്സ് ഹൂ കമ്മിറ്റ് അഡൽട്ടറി വിത്ത് ദം ഇൻ സീക്രട്ട്. രഹസ്യമായിട്ട് ആരുമായിട്ടെങ്കിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും ആകരുത്. അങ്ങനെ രഹസ്യചാരണ വെച്ചുകൊണ്ട് വ്യഭിചരിക്കുന്നവരോ പരസ്യമായിട്ട് വ്യഭിചരിക്കുന്നവരോ ഒന്നും ആവരുത് ഈ പെണ്ണ്. ആ പെണ്ണിൻ്റെ ഉടമസ്ഥന് മാത്രം വ്യഭിചരിക്കാൻ കൊടുക്കുന്നവളായിരിക്കണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ചാരിത്രം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള പെണ്ണാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചില്ലിക്കാശ് കൊടുത്തിട്ട് കൊണ്ടുപോയിക്കോളൂ. ഇഫ് വെൻ ദേ മാരി മെയ്ഡ്സ് they commit lewdness, fornication, the maid shall incur the half of the punishment prescribed, lashing for free women in the case. This is marrying maids is lawful for him among you who fears to commit sin, adultery and debauchery, but to have patience and refrain from marrying maids would be better for you, in that your children would be free. അപ്പോൾ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ചാരിത്രവതികളായിരിക്കണം. ഇനി അഥവാ അവർ നിങ്ങളുടെ ഈ നിക്കാഹിന് ശേഷവും അവർ രഹസ്യചാരണ വെച്ചിട്ടോ പരസ്യമായിട്ടോ വ്യഭിചരിക്കാനൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് ഒരു സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിച്ചാൽ കൊടുക്കുന്നതിൻ്റെ പകുതി ശിക്ഷയാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്നത് വിവാഹബന്ധമല്ല. വിവാഹബന്ധമായിരുന്നെങ്കിൽ ഈ സ്ത്രീ വ്യഭിചരിച്ചാൽ ഒരു വിവാഹിതയുടെ വ്യഭിചാരമായി അത് മാറും. വിവാഹിതയുടെ വ്യഭിചാരത്തിന് സ്വതന്ത്ര സ്ത്രീകൾക്കുള്ള ശിക്ഷ എന്താണ്? കല്ലെറിഞ്ഞു കൊല്ലലാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ശിക്ഷ കൊടുക്കുക? പകുതി കല്ലെറിഞ്ഞു കൊല്ലേണ്ടി വരും. അപ്പോൾ ഇത് വിവാഹമല്ല, അവിവാഹിതയായിട്ടാണ് ഈ പെണ്ണിനെ കണക്കാക്കേണ്ടത്. എന്നിട്ട് അവർക്ക് അവിവാഹിതർ വ്യഭിചരിച്ചാൽ കൊടുക്കുന്ന 100 അടി ശിക്ഷയുടെ പകുതി 50 അടി ശിക്ഷ കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ എറിഞ്ഞു കൊല്ലലിൻ്റെ പകുതി ശിക്ഷ പറ്റൂലല്ലോ. അപ്പോൾ വിവാഹിതയുടെ വ്യഭിചാരമായിട്ടല്ല, അവിവാഹിതയുടെ വ്യഭിചാരമായിട്ടാണ് അടിമ സ്ത്രീയുടെ വ്യഭിചാരം കണക്കാക്കുന്നത്. കാരണം ഇത് വിവാഹമല്ല, ഇതൊരു താൽക്കാലികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്. പൈസ കൊടുത്തിട്ട്, നേരത്തെ മുത്തുക പറഞ്ഞല്ലോ, ആ മുത്തുകേൻ്റെ വേറൊരു വേർഷനാണിത്. പെണ്ണ് കെട്ടാനും മുത്തുക നടത്താനും അടിമപ്പെണ്ണിനെ വാങ്ങി ഉപയോഗിക്കാനും ഒന്നും പൈസ ഇല്ലാത്തവർ ഇതുപോലെ അടിമകളെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉടമസ്ഥൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ തൽക്കാലം ആ പെണ്ണിനെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ നടത്തുക. അങ്ങനെ നടത്തുന്ന പെണ്ണ് നിങ്ങളെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം അവർ ഈ ഉടമസ്ഥനല്ലാതെ മറ്റാരുമായിട്ടെങ്കിലും ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ പരക്കെ വ്യഭിചരിക്കുന്ന അടിമപ്പെണ്ണാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി അഥവാ അങ്ങനെ വ്യഭിചരിക്കുന്നവളാണെങ്കിലോ ഓളെ പിടിച്ചിട്ട് 50 അടി കൊടുക്കണം, 100 അടി കൊടുക്കാൻ പാടില്ല, പകുതിയെ കൊടുക്കാൻ പാടുള്ളൂ. എറിഞ്ഞു കൊല്ലൽ ശിക്ഷ പറയുന്നില്ല, കാരണം അത് വിവാഹമായിട്ട് അള്ളാഹു കണക്കാക്കിയിട്ടില്ല. വിവാഹിതയായ ഒരു പെണ്ണായിട്ടല്ല അവളെ കാണുന്നത്. അതുകൊണ്ട് ഈ അടിമക്കുള്ള അരശിക്ഷ എന്ന് പറയുന്നത് 100 ചാട്ടവാറടി എന്ന ശിക്ഷയുടെ പകുതിയാണ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. എറിഞ്ഞു കൊല്ലലിന് പകുതി ഇല്ലല്ലോ എന്നാണ് അവരുടെ വാദം. പിന്നെ എങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത് എന്നിവിടെ പറഞ്ഞു. നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഈ പണിക്ക് പോയാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗിക ശേഷിയെ ഒരു നിലക്കും നിയന്ത്രിച്ച് നിർത്താൻ ക്ഷമിക്കാനും പറ്റൂല്ലെങ്കിൽ മാത്രം നിങ്ങളൊരു സാഹസം എന്ന നിലക്ക് ഈ പണിക്ക് പോയാൽ മതി. കാരണം എന്താണ്? യുവർ ചിൽഡ്രൻ വുഡ് ബി ഫ്രീ. അതാണ് പ്രശ്നം. മനസ്സിലായില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ മനസ്സിലാവുന്ന മറ്റൊരു തഫ്സീർ എടുത്ത് കാണിക്കാം. ഇബ്നു കസീർ പറയുന്നു, This is for him among you who is afraid of being harmed in his religion or in his body. Indicates that marrying slave girls, providing one satisfies the required conditions, is for those who fear for their chastity and find it hard to be patient and refrain from sex. In this difficult circumstance, one is allowed to marry a slave girl. However, it is better to refrain from marrying slave girls and to observe patience, for otherwise the offspring will become slaves to the girl's master. അതാണ് പ്രശ്നം. ഇങ്ങനെ നിങ്ങൾ ഒരു അടിമ പെണ്ണിനെ ഒരു ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ സെക്സിൻ്റെ ആവശ്യം ഉപയോഗിച്ചിട്ട് ആ പെണ്ണ് ഗർഭിണിയാവുകയാണെങ്കിൽ ആ ഗർഭത്തിലുള്ള കുട്ടി നിങ്ങൾക്ക് കിട്ടൂല, നിങ്ങളെ കുട്ടിയല്ല. എന്താണ്? ആ കുട്ടി ഈ ഉടമസ്ഥൻ്റെ അടിമക്കുട്ടിയാണ്. അങ്ങനെയാണ് അടിമ ഫാമിങ് നടത്തിയിരുന്നത്. ആ കുട്ടി, നിങ്ങൾക്ക് ജനിക്കുന്ന ആ കുട്ടി ഈ ഉടമസ്ഥൻ്റെ അടിമക്കുട്ടിയായിരിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കഴിയുന്നത് ഈ പണിക്ക് പോകരുത്, കാരണം നിങ്ങൾക്കും സ്വതന്ത്രരായ കുട്ടികൾ വേണമല്ലോ.
സ്വതന്ത്രരായ കുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പണി പോയിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ അടിമകളായിരിക്കും. ആരുടെ അടിമകൾ? ഈ പെണ്ണിൻ്റെ അഹലുകാരുണ്ടല്ലോ, അവരുടെ അടിമയായിരിക്കും. ഇവിടെ ഒരു വലിയ നുണ കൂടി പൊളിയുന്നുണ്ട്. എന്താ നുണ? ഇവിടുത്തെ നമ്മളെ ഇസ്ലാമിസ്റ്റ് പണ്ഡിതന്മാരൊക്കെ ഇപ്പോൾ പറയുന്ന ഒരു വലിയ നുണയാണ്, ഇസ്ലാമിൽ അടിമത്തമില്ല. ഇസ്ലാമിൽ ആകെ കൂടെ ഉള്ളത് യുദ്ധത്തടവുകാരുടെ പ്രശ്നം മാത്രമാണ്. യുദ്ധത്തിൽ തടവുകാരായി പിടിക്കുന്നവരെ വേറൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം അടിമകളാക്കണ സമ്പ്രദായം മാത്രമേ ഇസ്ലാമിലുള്ളൂ എന്നാണ് പറയുന്നത്. അല്ല കൂട്ടരെ, ഇസ്ലാമിൽ അടിമ ഫാമിംഗ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണിത്. കാരണം ഉടമകൾ, പൈസയുള്ള ഉടമകൾ അടിമ സ്ത്രീകളെ വാങ്ങി ആ അടിമ സ്ത്രീകളെ ഇതുപോലെ ഗർഭിണികളാക്കി, സ്വന്തം ഗർഭം കൊടുക്കില്ല. കാരണം സ്വന്തം ഗർഭം കൊടുത്താൽ അവിടുത്തെ അന്നത്തെ നിയമം അനുസരിച്ച് ആ കുട്ടി സ്വതന്ത്ര കുട്ടിയാവും. അപ്പോൾ മറ്റുള്ളവർക്ക് ഇതുപോലെ കാശില്ലാത്ത ദരിദ്രവാസികൾക്ക് ഗർഭം ഉണ്ടാക്കാൻ കൊടുത്ത് അവർ ഗർഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഗർഭത്തിലുള്ള കുട്ടി കൂടെ നമ്മളുടെ അടിമച്ചന്തയിൽ ഒരു മുതലായിട്ട് വരും. അങ്ങനെ അടിമകൾ ഇങ്ങനെ പെറ്റുപെരുകും. അതായിരുന്നു ഏർപ്പാട്. അതാണ് അടിമ ഫാമിംഗ് എന്ന് പറഞ്ഞത്. പശുക്കളെയും ഒട്ടകങ്ങളെയും ആടുകളെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ മുട്ടനാടിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച് ഗർഭമുണ്ടാക്കി കുട്ടികളെ പ്രസവിച്ച് ആടിൻ്റെയും ഒട്ടകത്തിൻ്റെയും പശുവിൻ്റെയും എണ്ണം കൂട്ടും. അതുപോലെ മനുഷ്യരെ മറ്റുള്ളവർക്ക് വിത്തുകാളകളുടെ അടുത്തേക്ക് പറഞ്ഞയച്ച് ഗർഭമുണ്ടാക്കിച്ച് അവരിൽ നിന്ന് കാശും വാങ്ങും. അപ്പോൾ രണ്ട് ലാഭമാണ്. ഇങ്ങോട്ട് കാശ് കിട്ടുകയും ചെയ്യും, കുട്ടികളെ ഉണ്ടാക്കി തരികയും ചെയ്യും. ആ കുട്ടിയെ കൂടി ഈ അടിമച്ചന്തയിൽ, ഈ ഫാമിൽ അടിമകളായിട്ട് വളർത്താം. അപ്പോൾ യുദ്ധത്തിൽ തടവുകാരായ അടിമകൾ മാത്രമല്ല അടിമകളായിട്ട് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള പല ഏർപ്പാടും ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇനി ഇത് ഇബ്നു കസീർ മാത്രമല്ല, നമ്മളെ മൗലവിമാരും പറഞ്ഞിട്ടുണ്ട്. ദാമാനി മൗലവി പറഞ്ഞു നോക്കൂ, സ്വതന്ത്രകളെ വിവാഹം ചെയ്യുവാൻ കഴിവില്ലാതിരിക്കുന്നതിന് പുറമേ ഒരു വിവാഹം കഴിക്കാതിരുന്നാൽ ചാരിത്രം പാലിക്കുവാൻ കഴിയാതെ ദുർവൃത്തികൾക്ക് വശംവദരായി തീർന്നേക്കുമെന്ന് ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അടിമകളെ വിവാഹം കഴിച്ചുകൂടൂ എന്ന് അള്ളാഹു അവസാനം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിവതും ക്ഷമിക്കുകയും അങ്ങനെ അടിമ വിവാഹം ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എന്നുകൂടി ഉണർത്തുന്നു. ഒരുപക്ഷെ കുറെ കഴിയുമ്പോൾ സ്വതന്ത്രകളെ തന്നെ വിവാഹം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാവാമല്ലോ. അന്യരുടെ ഉടമസ്ഥതയിലുള്ള അടിമകളെ വിവാഹം കഴിക്കുന്നത് മാന്യതക്കും അന്തസ്സിനും യോജിച്ചതുമല്ല. അവരിൽ ജനിക്കുന്ന കുട്ടികൾ അടിമകളുമായിരിക്കും. ഇതെല്ലാം കാരണമായിട്ടാണ് ഈ വിഷയത്തെ ഇത്ര ശക്തിയായി അള്ളാഹു നിരുത്സാഹപ്പെടുത്തുന്നത്. തിരിഞ്ഞല്ലോ, അടിമ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ആ പെണ്ണ് പ്രസവിക്കുന്ന കുട്ടി ഉടമസ്ഥൻ്റെ അടിമയായിരിക്കും. ഗർഭമുണ്ടാക്കിയ പുതിയാപ്പിളക്ക് കുട്ടീനെ കിട്ടൂല. ഇനി പെർമിഷൻ ഓഫ് ഓണർ, അതായത് ഉടമസ്ഥരുടെ അഹലുകാരുടെ സമ്മതത്തോടു കൂടി മാത്രം ഇങ്ങനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഇബ്നു കസീർ പറഞ്ഞ കാര്യങ്ങളാണിത്. വെഡ് ദം വിത്ത് ദ പെർമിഷൻ ഓഫ് ദെയർ ഓൺ ഫോഴ്സ്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ ഓണർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്ലേവ് ഗേൾ ആൻഡ് കോൺസിക്വൻ്റ്ലി ഷീ കനോട്ട് മാരി വിത്തൗട്ട് ഹിസ് പെർമിഷൻ. The owner is also responsible for his male slave and they cannot wed without his permission. അപ്പോൾ ഒരു അടിമ ആണായാലും പെണ്ണായാലും ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ പെണ്ണ് കെട്ടാനോ അല്ലെങ്കിൽ വേറെ പുതിയാപ്പളനെ കെട്ടാനോ അവർക്ക് അനുവാദമില്ല. ലോകാവസാനം വരേക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ ഇറങ്ങിയ കിതാബിലാണ് ഈ പറയുന്നത്. ഇനി അത് വിശദീകരിക്കുന്ന ഹദീസ് കൊടുത്തിട്ടുണ്ട് ഇബ്നു കസീർ. Any male slave who marries without permission from his master is a fornicator. അള്ളാൻ്റെ റസൂൽ പറഞ്ഞതാണത്. സ്വന്തം ഉടമയുടെ സമ്മതം ഇല്ലാതെങ്ങാണ്ട് ഒരു അടിമ പോയി പെണ്ണെട്ടിയാൽ ഓൻ വ്യഭിചാരിയാണ്, ഓനെ എറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. When the owner of the female slave is a female, those who are allowed to give away the free woman in marriage with her permission become responsible for giving away her female slave in marriage as well. A hadith stated that the woman does not give away another woman or herself in marriage, for only the adulteress gives herself away in marriage. ഒരു സ്ത്രീ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ സ്വന്തം വിവാഹം സ്വന്തം ഇഷ്ടത്തിന് നടത്തുകയോ ചെയ്താൽ അവൾ വേശ്യയാണ്, അഡൾട്ടറസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നബി. അതുകൊണ്ട് ഒരു അടിമപ്പെണ്ണിൻ്റെ ഉടമസ്ഥ വേറൊരു പെണ്ണാണെങ്കിൽ അവൾക്ക് നേരിട്ട് ആ അടിമപ്പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ അനുവാദമില്ല. അതേസമയത്ത് ആ പെണ്ണിൻ്റെ ഉടമസ്ഥനായ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ അവളുടെ അഹലുകാരോ
വലിയോ ഉണ്ടെങ്കിൽ അവരാണ് അവളുടെ കീഴിലുള്ള അടിമപ്പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കേണ്ടത് എന്നാണ് വിശദീകരിക്കുന്നത്. കാരണം ഒരു പെണ്ണിന് വേറൊരു പെണ്ണിനെ കെട്ടിക്കാനോ ഒരു പെണ്ണിന് സ്വന്തം കല്യാണം നിശ്ചയിക്കാനോ അവകാശമില്ല. ഇസ്ലാമിലെ പെണ്ണെന്താണ് സാധനം അധികം പറയേണ്ട, നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. അടിമപ്പെണ്ണിനെ കുറിച്ച് നമ്മുടെ അമാനി മൗലവി പറയുന്നതൊക്കെയാണ്. അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് അവരുടെ കൈകാര്യക്കാരുടെ ആളുകളുടെ അവരുടെ യജമാനന്മാരുടെ സമ്മതത്തോടു കൂടിയായിരിക്കണമെന്നും പരിതസ്ഥിതികളും കാലദേശ സമ്പ്രദായങ്ങളും അനുസരിച്ച് മര്യാദക്കുള്ള മഹർ അവർക്കും കൊടുക്കണമെന്നും അള്ളാഹു അറിയിക്കുന്നു. കൂടാതെ ചാരിത്രം സൂക്ഷിക്കുന്നവരും രഹസ്യമായോ പരസ്യമായോ വ്യഭിചാരവൃത്തികളിൽ ഏർപ്പെടാത്തവരുമായിരിക്കുവാൻ സൂക്ഷിക്കണമെന്ന് കൂടി ഉണർത്തുന്നു. ഇക്കാര്യം എല്ലാ വിവാഹത്തിലും ആലോചിക്കേണ്ടതാണെങ്കിലും അടിമ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രകളായ സ്ത്രീകളെ അപേക്ഷിച്ച് മാന്യതയും ചാരിത്രയും പാലിക്കുന്നതിൽ അവർ പിന്നോക്കമായിരിക്കുവാൻ ഇടയുള്ളത് കൊണ്ട് പ്രത്യേകം ഉണർത്തിയതായിരിക്കും. അല്ലാഹു അഅലം. മനസ്സിലായല്ലോ? അടിമ സ്ത്രീകൾക്ക് ചാരിത്രമൊന്നും ഉണ്ടാവില്ല, നമ്മൾ പറഞ്ഞാണ്. കാരണം അടിമ സ്ത്രീകളെ നാട്ടിലുള്ള പൂവാലന്മാർക്ക് മുഴുവൻ യഥേഷ്ടം കൈകാര്യം ചെയ്യാനുള്ള അനുവാദം അന്നുണ്ടായിരുന്നു. ആ അടിമ സ്ത്രീകളിൽ നിന്ന് നബീൻ്റെ ഭാര്യമാരെയും സ്വതന്ത്ര സ്ത്രീകളെയും തിരിച്ചറിയാനാണ് ഉമർ പർദ്ദ വേണം യൂണിഫോം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അങ്ങനെയാണ് അള്ളാഹു പർദ്ദായത്തിറക്കി കൊടുത്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അടിമ സ്ത്രീകളെ ഏത് അങ്ങാടിയിൽ നിന്നും അവർ തുറാൻ പോകുന്നിടത്തു നിന്നൊക്കെ ആളുകൾക്ക് പിടിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഒരു അടിമ സ്ത്രീക്ക് ഒരിക്കലും ചാരിത്രം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അടിമ സ്ത്രീൻ്റെ കാര്യത്തിൽ അള്ളാഹു ഇങ്ങനെ വേണ്ടട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേൽക്കണ്ട ഉപാധികളെല്ലാം ഗൗനിച്ചുകൊണ്ട് തന്നെ വിവാഹം നടന്നാലും ചിലപ്പോൾ ആ ഭാര്യമാരിൽ നിന്ന് വല്ല നീചവൃത്തികളും ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നിയമപ്രകാരം അവരെ ശിക്ഷിക്കേണ്ടതാണ്. പക്ഷേ സ്വതന്ത്രകളായ സ്ത്രീകൾക്ക് നിയമിക്കപ്പെട്ട ശിക്ഷയുടെ പകുതി ശിക്ഷയെ അവർക്ക് നൽകേണ്ടതുള്ളൂ എന്നും അള്ളാഹു കൽപ്പിക്കുന്നു. അപ്പോൾ എറിഞ്ഞുകൊല്ലലാണെങ്കിൽ പകുതി ശിക്ഷ കൊടുക്കാൻ പറ്റൂല. കാരണം ഇത് എറിഞ്ഞുകൊല്ലൽ ശിക്ഷ കൊടുക്കേണ്ട കേസല്ല, ഇത് വിവാഹമല്ല. ഈ പെണ്ണ് വിവാഹിതയല്ല, അവൾ ഒരു അടിമ പെണ്ണ് മാത്രമാണ്. ആ പെണ്ണിനെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നവൻ അവളുടെ ഭർത്താവും അല്ല, അവൾ അയാളുടെ ഭാര്യയും അല്ല. അത് തൽക്കാലം പൈസ കൊടുത്തിട്ട് നിക്കാഹ് നടത്താനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അതിലുണ്ടാകുന്ന കുട്ടിയും അവൻ്റെ കുട്ടിയല്ല, ആ കുട്ടിയും അവളുടെ അഹ്ലുകാർക്കുള്ള കുട്ടിയാണ്. അഹ്ലുകാർക്ക് ആ കുട്ടി സ്വതന്ത്ര കുട്ടിയല്ല. അടിമ ഫാമിൽ അടിമകൾ പെറ്റുപെരുകാനുള്ള ഒരു സംവിധാനമായിരുന്നു അന്ന്. അങ്ങനെ അടിമകളെ പെറ്റുപെരുകാൻ സഹായിക്കുന്ന ഒരു ഏർപ്പാട് എന്ന നിലക്ക് അടിമ സ്ത്രീകളെ ഇതുപോലെ പൈസക്ക് വിൽക്കുകയും ഗർഭമുണ്ടാക്കിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ പ്രസവിക്കുന്ന കുട്ടികളെ കൂടി അടിമകളാക്കിയെടുക്കുന്ന ഏർപ്പാടായിരുന്നു അന്നുണ്ടായിരുന്നത്. അടിമ സ്ത്രീകൾക്ക് ഉടമസ്ഥർ നേരിട്ട് ഗർഭം ധരിപ്പിച്ചാൽ ആ കുട്ടി സ്വതന്ത്രനായി പോകും എന്നതുകൊണ്ട് ഉടമസ്ഥർ കഴിയുന്നതും പുറത്തേക്ക് അയച്ചിട്ടാണ് ഗർഭമുണ്ടാക്കിയിരുന്നത്. ഇതാണ് ഇസ്ലാം, ഇതാണ് ധാർമ്മികത. കൂട്ടരെ പഠിച്ചോൻ ആകാശത്ത് നിറക്കിയ ധാർമ്മികതയാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് ഓക്കാനം വരുന്നുണ്ടോ? ഞാൻ 18-ാമത്തെ വയസ്സിൽ ഖുർആനിൽ ഈ 2 ആയത്തുകൾ, ഈ 24, 25 ആയത്തുകൾ വായിച്ചിട്ട് ഓക്കാനം വന്ന് ഛർദ്ദിച്ച് ഖുർആനെടുത്ത് വലിച്ചെറിഞ്ഞ് എണീറ്റ് പോയ അനുഭവം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതാണ് ഇന്ത്യയൊക്കെ ഈമാൻ കൊണ്ടുപോയത്. എൻ്റെ ഈമാൻ കൊണ്ടുപോയത് പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തൊരു ആശാരി കുത്തിരിക്കണുണ്ടോ ഇല്ല എന്നുള്ള വിഷയത്തിലല്ല. എൻ്റെ ഈമാൻ പോയത് എൻ്റെ ധാർമ്മികതയാണ്. സഹജമായി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ധാർമ്മികത ഉണ്ട്. ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ, ഞാൻ ആർജിച്ച അറിവിൻ്റെ, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹജമായി എനിക്ക് ഉണ്ടായിരുന്ന ഒരു ധാർമ്മികതയുമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ എനിക്ക് ഓക്കാനം വന്നു. അതുകൊണ്ടാണ് എൻ്റെ ഈമാൻ പോയത്. ഞാൻ പിടിച്ചിട്ട് നിന്നില്ല, പറന്നുപോയി, ബഹിരാകാശത്തേക്ക് പോയി. എൻ്റെ ഈമാൻ തിരിച്ചിനി ഒരിക്കലും വരില്ല ആ സാധനം. ഇനി ഈ ആയത്ത് ഇന്നത്തെ കാലത്ത് മതപണ്ഡിതന്മാർ പല നുണകളും പറഞ്ഞ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊരു നുണയാണ് ഇത് കല്യാണം കഴിക്കാനുള്ള ആയത്തുകളാണ് എന്ന് പറയുന്ന നുണ. രണ്ടാമത്തെ നുണയായിരുന്നു യുദ്ധത്തിൽ തടവുകാരായി പിടിച്ചവരെ മാത്രമേ അടിമകളാക്കാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം എന്നതും ഇസ്ലാം അടിമത്വത്തെ എങ്ങനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന നാട്ടാൽ മുളയ്ക്കാത്ത നുണ. അതിൻ്റെ കൂടെ ഈ ആയത്ത് വെച്ചുകൊണ്ട് നമ്മുടെ CN അഹമ്മദ് മൗലവി പണ്ട് ഖുർആൻ പരിഭാഷ എഴുതിയ സമയത്ത് വേറൊരു നുണ പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്? സ്വന്തം അടിമ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ട് മാത്രമേ ഭോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന ഭയങ്കരമായൊരു നുണ CN അഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ
കിതാബിൽ എഴുതി വെച്ചു, അറിഞ്ഞുകൊണ്ട് എഴുതി വെച്ചു. കാരണം അങ്ങേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അടിമ സ്ത്രീകളെ ഭാര്യമാരെ എന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നും അടിമ സ്ത്രീകളെ കല്യാണം കഴിക്കാതെ ഉപയോഗിക്കാൻ പറ്റുമെന്നും പറയുന്നത് മൂപ്പർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്വന്തം അടിമ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നത് ഹറാമാണ് എന്നാണ് തഫ്സീറുകളിലെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. സ്വന്തം അടിമ സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന കാര്യമല്ല ഈ ആയത്തിൽ പറഞ്ഞത്. സ്വന്തമായി ഒരു അടിമ സ്ത്രീയെ വാങ്ങാൻ പോലും കാശില്ലാത്തോന് ആരാൻ്റെ അടിമ സ്ത്രീയെ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് സെക്സ് ചെയ്യാമെന്നതാണ് ഇവിടെ പറയുന്നത്. അതിനെ നമ്മുടെ CN അഹമ്മദ് മൗലവി വളച്ചൊടിച്ചിട്ട് ഇങ്ങനെ ആക്കി മാറ്റി. അതിനെ നമ്മളെ കൂറ്റനാട് മുസ്ലിയാർ കശക്കി എറിയുന്നതാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. അത് ഞാൻ ഒരുപാടുണ്ട്, 2-3 പേജുണ്ട്. ഞാനത് മൊത്തം വായിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരുപാട് സമയം വേണ്ടി വരും. വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി എന്താണ് മുസ്ലിയാർ പറയുന്നത്, CN അഹമ്മദ് മൗലവിയുടെ ഈ നുണപറച്ചിൽ പൊളിക്കാൻ ഇദ്ദേഹം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ വിശദീകരിക്കുന്നത് എന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യുവാനുള്ള നിബന്ധനകൾ ഈ വാക്യത്തിൽ നിന്ന് ഗ്രഹിക്കാം. അവ താഴെ പറയുന്നവയാണ്. 1. സംയോഗം മുതലായ സുഖങ്ങൾ ആസ്വദിക്കാൻ പര്യാപ്തമായ ഒരു സ്ത്രീ അവനില്ലാതിരിക്കുകയും അങ്ങനെയുള്ള ഒരു സ്വതന്ത്ര സ്ത്രീയെ വിവാഹം ചെയ്യാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുക. അതായത് സ്വന്തമായി ഒരു അടിമ സ്ത്രീയെ വാങ്ങാൻ കഴിയാതിരിക്കുക, സ്വന്തമായി പൈസ കൊടുത്ത് കല്യാണം കഴിയാതിരിക്കുക. ഈ ഒരു സന്ദർഭത്തിൽ മാത്രമേ ഒരടിമ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. 2. അനുവദനീയമായ സ്ത്രീയുടെ അഭാവം മൂലം വ്യഭിചാരം വന്നു പോയേക്കും എന്ന് ഭയപ്പെടുക. അനുവദനീയമായ ഈ 2 വിഭാഗം, അതായത് അടിമ സ്ത്രീയും ഭാര്യയും ഇല്ല എന്നതുകൊണ്ട് താൻ വ്യഭിചരിച്ചു പോകുമോ എന്ന ആശങ്ക ഉണ്ടായിരിക്കുക. അതാണ് 2ാമത്തെ കണ്ടീഷൻ. 3ാമത്തെ കണ്ടീഷൻ, അടിമ സ്ത്രീകൾ സത്യവിശ്വാസം അവലംബിച്ചവരായിരിക്കുക. സത്യവിശ്വാസിനികളാണോ എന്ന് അവരുടെ ബാഹ്യനിലയിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. അവരുടെ മനസ്സിലിരിപ്പിനെക്കുറിച്ച് അള്ളാഹുവിങ്കിലേക്ക് ഭരമേൽപ്പിക്കുക. അതാണ് പറഞ്ഞത്. വിശ്വാസിയാണോ അല്ലേ എന്നൊക്കെ അള്ളാഹുവിനെ അറിയാം, അത് നിങ്ങൾ കാര്യമാക്കണ്ടാന്ന്. സത്യവിശ്വാസ വിഷയത്തിൽ സ്വതന്ത്ര സ്ത്രീകളെക്കാൾ എത്രയോ ഉത്തമകൾ അടിമ സ്ത്രീകളിലും ഉണ്ടായിരിക്കും. അടിമ സ്ത്രീകൾ മറ്റുള്ളവരുടെ ഉടമയിലായിരിക്കാലും മറ്റും അവരിൽ ഒരു പതിത്വം ഉള്ളതുകൊണ്ട് അവരെ വിവാഹം ചെയ്യുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ അവരും സത്യദീൻ വിശ്വസിച്ചവരാണല്ലോ. സത്യവിശ്വാസവും സൽക്കർമ്മവും ആണല്ലോ കൂടുതൽ പരിഗണനീയം. ഇതൊക്കെ മുസ്ലിയാരെ വക കൂട്ടിച്ചേർത്തതാണ്. എന്നാൽ യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരെ പറ്റി വിശുദ്ധ ഖുർആനും നബിയുടെയും സഹാബത്തിൻ്റെയും ചര്യക്കും ഇസ്ലാമിക ചരിത്രത്തിനും നാളിതുവരെ കഴിഞ്ഞ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനും ഘടകവിരുദ്ധമായ ചില അഭിപ്രായങ്ങളാണ് തനിക്കുള്ളത് എന്ന് CN അഹമ്മദ് മൗലവി തൻ്റെ ഖുർആൻ പരിഭാഷയിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട്. അടിമത്തത്തെ ഇസ്ലാം ഒരിക്കലും ഒരു പരിതസ്ഥിതിയിലും അനുവദിച്ചിട്ടില്ല എന്നതാണ് അവയിലൊന്ന്. അദ്ദേഹം 23:6 വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണുക. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഒന്നുകിൽ ഔദാര്യത്തോടുകൂടി വിട്ടയക്കേണ്ടതാണ്, അല്ലെങ്കിൽ പിഴ വാങ്ങി വിട്ടയക്കേണ്ടതാണ്. ഖുർആൻ 47:4. നബിയും സഹാബത്തും ഈ നിർദ്ദേശമനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, അണുവോളം ഇത് ലംഘിച്ചിട്ടില്ല. 47:4 വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണുക. അവരെ, അതായത് യുദ്ധ തടവുകാരെ ഔദാര്യപൂർവ്വം വിട്ടയക്കണം, അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങി വിട്ടയക്കണം. ഇതാണ് അള്ളാഹു കൽപ്പിച്ചത്, അല്ലാതെ അവരെ അടിമകളാക്കി വെക്കണമെന്ന് കൽപ്പിച്ചതേയില്ല. 4:25 വ്യാഖ്യാനത്തിൽ പറയുന്നു, ഇവരെ, അതായത് അടിമകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി സമരം ചെയ്യണമെന്നുള്ള കർശന വിധികളാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. 4:75, 2:246, 217, 193, 90, 13 ഇവയെല്ലാം അതിന് ദൃഷ്ടാന്തങ്ങളാണ്. ഇത്രയും പറഞ്ഞത് CN അഹമ്മദ് മൗലവിയുടെ വാദങ്ങളാണ്. ഇനി അതിനുള്ള മറുപടിയാണ് പറയുന്നത്. എന്നാൽ യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ഔദാര്യത്തോടെയോ അല്ലെങ്കിൽ പിഴ വാങ്ങിയോ വിട്ടയക്കുക എന്നത് മാത്രമാണ് ഇസ്ലാമിൻ്റെ വിധി എന്നും നബിയും സഹാബികളും അങ്ങനെയല്ലാതെ ചെയ്തിട്ടില്ലെന്നും മൗലവി തട്ടിവിട്ടത് ആജ്ഞതയോ അഹങ്കാരമോ കൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ ഇതുവ രണ്ടിനും പുറമെ അവരെ വധിക്കുകയോ അടിമകളാക്കി വെക്കുകയോ ചെയ്യാവുന്നതാണ്. ബദറിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഉഖ്ബത്ത് ബിനു അബീ മുഅയ്ത്തിനെയും നളർ ബിനു ഹരിസിനെയും നബി വധിക്കുകയാണ് ചെയ്തതെന്ന് ചരിത്രം പഠിച്ചവർക്കെല്ലാം അറിയാം. ബനൂ ഖുറൈദ ഗോത്രക്കാരായ ജൂതന്മാരെയും നബി വധിക്കുകയുണ്ടായി. മറ്റു ചിലരെയും അവിടുന്ന് കൊലക്ക് വിധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. അടിമകളെ മോചിപ്പിക്കുവാനായി സമരം ചെയ്യണമെന്ന നിർദ്ദേശമാണ് താൻ ചൂണ്ടിക്കാട്ടിയ ഖുർആൻ വാക്യങ്ങളിൽ അടങ്ങിയിട്ടുള്ളതെന്ന് മൗലവി പറഞ്ഞതിൽ സത്യത്തിൻ്റെ കണിക പോലുമില്ല. കേട്ടോളിയും, ഇന്ന് ഇസ്ലാം അടിമത്തം മോചിപ്പിക്കലാണ്, ഇസ്ലാം അടിമത്തം കെട്ടക്കെട്ട് മോചിക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആധുനിക മലാക്കന്മാർക്കുള്ള മറുപടിയാണ് കൂറ്റനാട് മുസ്ലിയാർ ഇവിടെ കൊടുക്കുന്നത്. CN അഹമ്മദ് മൗലവിക്ക് മാത്രമല്ല, അവയിലെ വിഷയങ്ങൾ വേറെയാണ്. എന്നാൽ അടിമകളെ മോചിപ്പിക്കുവാൻ ശക്തിയായ പ്രേരണ ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നത് ശരി തന്നെ.
അതിനുള്ള പല പ്രായോഗിക പദ്ധതികളും അത് ആവിഷ്കരിച്ചിട്ടുമുണ്ട്. പക്ഷേ അടിമത്തത്തെ അത് പാടെ നിഷിദ്ധമാക്കിയിട്ടില്ല. അതിന് ഖുർആനിലും നബിയുടെ സഹാബത്തിൻ്റെ ചര്യയിലും ധാരാളം തെളിവുകൾ കാണാം. ഈ 25-ാം വാക്യം തന്നെ അതിനൊരു തെളിവാണ്. ചില ഉപാധികൾക്ക് വിധേയമായിക്കൊണ്ട് അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യാമെന്നാണല്ലോ അതിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഔദാര്യമായോ പിഴ വാങ്ങിയോ വിട്ടയക്കൽ നിർബന്ധമാണെങ്കിൽ പിന്നെ വിവാഹത്തിൻ്റെ പ്രശ്നം തന്നെ ഉത്ഭവിക്കുന്നില്ലല്ലോ. ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനക്കുറിപ്പിൽ യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകളെ യോദ്ധാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇസ്ലാമിൻ്റെ ആരംഭ ദശകളിൽ ചെയ്തിരുന്നത് എന്ന് മൗലവി തന്നെ എഴുതിയിരിക്കുന്നു. പിഴ വാങ്ങിയോ വാങ്ങാതെയോ വിട്ടയക്കുകയാണ് നബിയും സഹാബത്തും ചെയ്തിരുന്നതെന്നും അതാണ് ഇസ്ലാമിൻ്റെ വിധിയെന്നും എഴുതിയ ആൾ തന്നെയാണ് ഇതും തട്ടിവിട്ടത്. സ്ത്രീകളെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ മൗലവി പുരുഷന്മാരെ എന്താണ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞില്ല. പുരുഷന്മാരെ വിട്ടയക്കുകയും സ്ത്രീകളെ മാത്രം അടിമത്തത്തിൽ നിർത്തുകയുമാണോ നബി ചെയ്തത്? ഒരടിമ സ്ത്രീയെങ്കിലും വിവാഹം കഴിച്ചു അനാഥ കുട്ടികളെ പരിപാലിക്കണം എന്ന് 3-4 വ്യാഖ്യാനക്കുറിപ്പിലും മൗലവി എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിൽ തീരെ അടിമത്തം ഇല്ലെങ്കിൽ പിന്നെ അടിമ സ്ത്രീയെ എങ്ങനെ വിവാഹം ചെയ്യാനാണ്? ചുരുക്കത്തിൽ കടുത്ത വിവരക്കേട് കൊണ്ട് ഭീമമായ ചില അബദ്ധങ്ങൾ ഇവിടെ CN എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്: സഹാബാക്കളുടെ കൈവശം വന്നു ചേർന്ന അടിമ സ്ത്രീകളുടെ പരിപൂർണ നിയന്ത്രണം അവരുടെ കൈകളിൽ തന്നെ ആയിരുന്നതിനാൽ ചിലരെ അവർ തന്നെ വിവാഹം കഴിച്ചു, ചിലരെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു. നബി സഫിയ ബീവിയെ വിവാഹം ചെയ്തതും ആ ഇനത്തിൽപ്പെട്ടതാണ്. മൗലവിയുടെ ഖുർആൻ പരിഭാഷ വാള്യം 1 പേജ് 289. എന്നാൽ അടിമ സ്ത്രീകളുടെ ഉടമകൾക്ക് തന്നെ അവരെ വിവാഹം ചെയ്ത് ഭാര്യമാരാക്കാമെന്ന നിർദ്ദേശമാണ് 4:25 അടങ്ങിയിട്ടുള്ളതെന്ന് മൗലവി മനസ്സിലാക്കിയത് മഹാ അബദ്ധമാണ്. അതിൽ പറഞ്ഞത് അവരുടെ രക്ഷാധികാരികളുടെ അനുമതിയോടുകൂടി നിങ്ങൾ അവരെ വിവാഹം ചെയ്യുക എന്നാണ്. രക്ഷാധികാരിയും വിവാഹം ചെയ്യുന്ന ആളും ഒന്നല്ലെന്ന് ഇതിൽ നിന്ന് ബുദ്ധിയുള്ളവർക്കെല്ലാം ഗ്രഹിക്കാമല്ലോ. വിവാഹം ചെയ്യുന്നവൻ തൻ്റെ സ്വന്തം അനുവാദത്തോടുകൂടി വിവാഹം ചെയ്തു കൊള്ളട്ടെ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ് ഉള്ളത്? ഒരടിമ സ്ത്രീയുടെ ഉടമയ്ക്ക് സ്വതന്ത്രയാക്കുന്നതിന് മുമ്പ് അവളെ വിവാഹം ചെയ്യാമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു വാക്യം പോലും ഖുർആനിൽ കാണിച്ചു തരുവാൻ CN മൗലവിക്ക് കഴിയുന്നതല്ല. സഫിയ ബീവിയെ സ്വതന്ത്രയാക്കുന്നതിന് മുമ്പാണ് നബി വിവാഹം കഴിച്ചതെന്ന് ഇയാൾ ധരിച്ചതും വിവരക്കേട് കൊണ്ടാണ്. സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ മാത്രമേ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്ന് 25-ാം വാക്യം പ്രസ്താവിച്ചിരിക്കെ ഒന്നിലധികം സ്വതന്ത്രകളായ ഭാര്യമാരുള്ള നബി അടിമ സ്ത്രീയായ സഫിയയെ വിവാഹം ചെയ്തുകൊണ്ട് പ്രസ്തുത വാക്യത്തിനെതിരെ പ്രവർത്തിച്ചുവെന്നാണോ മൗലവി മനസ്സിലാക്കിയത്? വല്ലാത്തൊരു ഖുർആൻ വ്യാഖ്യാതാവ് തന്നെ. സഫിയ ബീവിയെ നബി വിവാഹം കഴിച്ചത് അവരെ സ്വതന്ത്രയാക്കിയ ശേഷമായിരുന്നുവെന്ന് ബുഖാരിയും മറ്റും രേഖപ്പെടുത്തിയത് മൗലവി ചിന്തിക്കാതിരുന്നത് കൊണ്ടാണ് ഈ അബദ്ധം പിണഞ്ഞത്. അടിമത്തം ഇസ്ലാമിൽ പാടെ നിഷിദ്ധമാക്കിയിട്ടില്ല എന്നതിന് 24, 32, 33 എന്നീ വാക്യങ്ങളും മറ്റും തെളിവുകളാണ്. പ്രവാചകപുത്രൻ ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ് മാരിയ നബിയുടെ വെള്ളാട്ടിയായിരുന്നുവെന്ന് ലോകപ്രസിദ്ധമാണ്. ഈജിപ്തിലെ മുക്കൗക്കിസ് രാജാവ് നബിക്ക് പാരിതോഷികമായി അയച്ചു കൊടുത്തതായിരുന്നു ആ മഹദി. നബിയുടെ ഭാര്യമാരോ അല്ലാത്തവരോ എന്ന് ഭിന്നിപ്പുള്ളവരെയും ചരിത്രകാരന്മാർ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അവരാരും തന്നെ മാരിയ ബീവിയെ നബിയുടെ ഭാര്യമാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരെ മറിച്ച് നബിയുടെ വെള്ളാട്ടിയാണെന്ന് ഏകാണ്ഡമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. പ്രമുഖന്മാരായ പല സഹാബികൾക്കും വെള്ളാട്ടി വടുവന്മാരുണ്ടായിരുന്നുവെന്ന് ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസ് കിതാബുകൾ നോക്കുന്നവർക്ക് കാണാവുന്നതാണ്. ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ ഇന്ന് പ്രചരിപ്പിക്കുന്ന രണ്ടാമത്തെ മറ്റൊരു നുണയും കൂടെ പൊളിച്ചിരിക്കുകയാണ് ആര്? നമ്മുടെ കൂറ്റനാടൻ മൗലവി. യുദ്ധത്തിൽ തടവുകാരായി പിടിക്കുന്നവരും ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നവരും അടിമ സ്ത്രീകൾ പ്രസവിച്ച് പെറ്റുവരികയുണ്ടാവുന്ന അടിമകളും മാത്രമല്ല, അടിമ സ്ത്രീകളെ സമ്മാനമായി കിട്ടിയാൽ അതും വരവ് വെച്ചിരുന്നു മുത്തുനബി എന്നതിൻ്റെ തെളിവ് കൂടിയാണ് മാരിയത്തുൽ ഖിബ്തിയുടെ കഥ പറഞ്ഞുകൊണ്ട് കൂറ്റനാട് മുസ്ലിയാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള അടിമകളാണ് ഇസ്ലാമിൻ്റെ അടിമച്ചന്തയിൽ വന്നു ചേർന്നിരുന്നത് എന്നതിന് ഇതൊക്കെ തെളിവാണ്. എന്നിട്ട് നുണ പറയാണ് യുദ്ധ തടവുകാരെ മാത്രമേ അടിമാക്കിയിട്ടുള്ളൂ എന്ന്. അടിമകളങ്ങനെ മോചിപ്പിച്ച് വിടുമായിരുന്നു എന്ന് അല്ല, അടിമകളങ്ങനെ പെരുകി വർദ്ധിപ്പിക്കുകയായിരുന്നു. യുദ്ധങ്ങളിങ്ങനെ പെരുകിയപ്പോൾ അടിമകളുടെ എണ്ണം ഇങ്ങനെ കൂടുകയായിരുന്നു. അങ്ങനെ അടിമക്കച്ചവടം ഇസ്ലാമിൻ്റെ സാമ്പത്തിക അടിത്തറ തന്നെ പടുത്തുയർത്തി എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ നുണ പറയുകയാണ് ഇന്ന് ഇസ്ലാമിൻ്റെ സംരക്ഷകർ. കാരണം നുണ പറയാതെ നിവൃത്തിയില്ല. ഇതൊക്കെ വിശ്വാസികളുടെ വിശ്വാസം കളയുന്ന കാര്യങ്ങളാണ് എന്ന ബേജാറ് കൊണ്ടാണ് നുണ പറഞ്ഞിട്ടെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത്.
തീർന്നില്ല. മൗലവിയുടെ മറ്റൊരഭിപ്രായം അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കാതെ അവരെ കൊണ്ട് ഉടമസ്ഥന്മാർക്ക് ഭാര്യമാരുടെ ഉപയോഗം നടത്താൻ പാടില്ല എന്നാണ്. എന്നാൽ മൗലവിയുടെ ഈ അഭിപ്രായത്തിനും ഖുർആന്റെയോ സുന്നത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നിലനിൽപ്പില്ല. അടിമകളെ സംബന്ധിച്ച് ഖുർആനിൽ മിക്ക സ്ഥലത്തും വലങ്കൈകൾ ഉടമയാക്കിയവർ എന്ന അലങ്കാര പ്രയോഗമാണ് വന്നിട്ടുള്ളത്. അതായത് മറ്റുള്ളവരുടെ ഉടമസ്ഥതയിൽ ഇരിക്കുന്നവർ എന്നർത്ഥം. മൗലവി തന്നെ ആ പ്രയോഗത്തിന് 4:3 നിങ്ങളുടെ ഉടമസ്ഥതയിൽ വന്നു ചേർന്നിട്ടുള്ള സ്ത്രീകൾ എന്നും 4:24 നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ത്രീകൾ എന്നും 4:25 നിങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുള്ള അടിമ സ്ത്രീകൾ എന്നും പരിഭാഷ കൊടുത്തിട്ടുണ്ട്. മറ്റു ചില സ്ഥലങ്ങളിൽ ആ പ്രയോഗത്തിന് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളവർ എന്ന് മൗലവി അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് ശരിയല്ല, പുത്തൻ വെളിപാടാണ്. ഉടമപ്പെടുത്തിയവർ എന്നു തന്നെയാണ് ശരിയായ അർത്ഥം. 16:75 മറ്റൊരാളുടെ ഉടമസ്ഥതയിൽ ഇരിക്കുന്ന അടിമ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇതിൽ നിന്നെല്ലാം അടിമകളുടെ മേൽ മറ്റു ചിലർക്ക് ഉടമസ്ഥത ഉണ്ടെന്ന് സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു കഴിഞ്ഞു. എന്നാൽ സന്താനങ്ങളുടെ ഉടമസ്ഥനാണ് പിതാവ് എന്ന് പറയാറില്ല. ഭാര്യയുടെ ഉടമസ്ഥനാണ് ഭർത്താവ് എന്ന് പറയാറില്ല. അവരുടെ രക്ഷിതാക്കളാണ് എന്ന് പറയാറുണ്ട്. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, കെട്ടിടത്തിൻ്റെ ഉടമ, കാലികളുടെ ഉടമസ്ഥൻ എന്നെല്ലാം നാം പറയുന്നത് പോലെ തന്നെയാണ് അടിമയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നതും. അപ്പോൾ അടിമകൾ മറ്റു സ്വത്തുക്കളെപ്പോലെ ഉടമയുടെ സമ്പത്താണ് എന്ന് വ്യക്തമായി. അടിമകൾ അവരുടെ ഉടമസ്ഥന്മാരുടെ സ്വത്തുക്കളാണെന്ന് തെളിയിക്കുന്ന അനേകം ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും മറ്റും കാണാം. സ്വത്തുക്കളുടെ അനുഭവങ്ങൾ അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് മറ്റു പ്രതിബന്ധങ്ങളില്ലെങ്കിൽ നേരിട്ട് അനുഭവിക്കാവുന്നതും സ്വത്തുക്കളെ കൈമാറ്റം ചെയ്യാവുന്നതുമാണ്. ന്യായമായ മാർഗത്തിൽ കൂടി സ്വത്തുക്കൾ എത്ര വേണമെങ്കിലും സമ്പാദിക്കുവാനും അവയുടെ അനുഭവം എടുക്കുവാനും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഈ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ അടിമ സ്ത്രീകളെ എത്ര വേണമെങ്കിലും ഒരാൾക്ക് ഉടമയാക്കാമെന്നും അവരിൽ നിന്ന് ഇഷ്ടമുള്ളത്ര പേരെ കൊണ്ട് സ്വന്തം ഭാര്യമാരുടെ ഉപയോഗം നടത്താമെന്നും തെളിയുന്നതാണ്. ഇതിനെതിരായ ഒരു നിയമം ഇസ്ലാമിലില്ല. അത് പാടില്ലെന്ന് പറയുന്നത് സ്വത്തിൻ്റെ അനുഭവം കൈപ്പറ്റാൻ ഉടമക്ക് അവകാശമില്ലെന്ന് പറയലാണ്. ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്താൽ അവർക്കിടയിൽ നീതി പാലിക്കാൻ കഴിയാതെ വന്നേക്കുമെന്ന് ഭയപ്പെടുന്നുവെങ്കിൽ ഒരു സ്ത്രീയെ മാത്രം വിവാഹം ചെയ്യുകയോ നിങ്ങളുടെ വലങ്കൈകൾ ഉടമയാക്കിയവരെ കൊണ്ട് മതിയാക്കുകയോ ചെയ്യണമെന്ന ഖുർആന്റെ 4:3 നിർദ്ദേശത്തിൽ വലങ്കൈ ഉടമയാക്കിയവരുടെ എണ്ണം അള്ളാഹു നിർണയിച്ചിട്ടില്ല. അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാതെ അവളെക്കൊണ്ട് ഭാര്യയുടെ ഉപയോഗം നടത്താൻ അവളുടെ ഉടമസ്ഥന് പാടില്ല എന്ന് CN അഹമ്മദ് മൗലവിയുടെ വാദം അയാളുടെ കടുത്ത വിവരക്കേടാണ്. നബിയുടെ വെള്ളാട്ടിയായിരുന്ന മാരിയ ബീവിയിൽ നിന്നാണ് ഇബ്രാഹിം എന്ന കുട്ടി നബിക്ക് ജനിച്ചതെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യേണ്ടതില്ലെന്ന വസ്തുത സഹാബത്തിനിടയിൽ പ്രസിദ്ധമായിരുന്നുവെന്ന് സഫിയ ബീവിയുടെ സംഭവം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നബി അവരെ സ്വതന്ത്രയാക്കി വിവാഹം ചെയ്ത വിവരം സഹാബിമാർ പരക്കെ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് സഫിയ ബീവിയെ നബി ഭാര്യയാക്കിയോ അഥവാ വെള്ളാട്ടിയാക്കി വെച്ചുകൊണ്ട് ഭാര്യയുടെ ഉപയോഗം നടത്തുകയാണോ ചെയ്യുന്നത് എന്നവർക്ക് സംശയമായി. അതിനാൽ അവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു, നബി അവരെ പർദ്ദക്കുള്ളിലാക്കിയാൽ സത്യവിശ്വാസികളുടെ മാതാക്കളിൽ, അതായത് നബിയുടെ ഭാര്യമാരിൽ ഒരാളാണ്. മറയിലാക്കിയിട്ടില്ലെങ്കിൽ വെള്ളാട്ടിയാണ്. സ്വതന്ത്ര സ്ത്രീകളെ അല്ലാതെ വെള്ളാട്ടികളെ പർദ്ദയിലാക്കാറില്ലായിരുന്നു. അങ്ങനെ 3 ദിവസം അവരോടുകൂടെ തമ്പിൽ താമസിച്ച ശേഷം മദീനയിലേക്ക് പുറപ്പെട്ടപ്പോൾ ബീവിയെ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മറച്ചു. വെള്ളാട്ടികളെ വിവാഹം ചെയ്യാതെ ഉടമസ്ഥന് സംയോഗം ചെയ്യാമെന്ന വിധി ഇസ്ലാമിൽ പ്രസിദ്ധമായിരുന്നുവെന്ന് ഈ സംഭവം വിളിച്ചോതുന്നുണ്ട്. ഒരടിമ സ്ത്രീയെ ഉടമ വിവാഹം ചെയ്യൽ അനുവദനീയമല്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. വിവാഹം ചെയ്താൽ അത് സാധുവാകുന്നതുമല്ല. ഉടമസ്ഥാവകാശവും ഭർത്തൃത്വവും ഒരാളിൽ ഒരവസരത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. അതിൻ്റെ കാരണം ഫിഖ് കിതാബുകളിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ അടിമകളാക്കി വെക്കുവാനും അവരെ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന സ്വത്തുക്കളാക്കി കരുതാനും അവരിലുള്ള സ്ത്രീകളെ കൊണ്ട് ഉടമകൾ യഥേഷ്ടം ഭാര്യമാരുടെ ഉപയോഗം നടത്തുവാനും ഇസ്ലാം അനുവദിച്ചത് തികച്ചും ന്യായവും യുക്തിയുക്തവുമാണ്. എന്തുകൊണ്ടെന്നാൽ അത് സമാധാനത്തിൻ്റെ മതമാണ്. കേട്ടോളി, അത് യുദ്ധം അനുവദിച്ചത് യുദ്ധത്തിന് വേണ്ടിയല്ല, സമാധാന സംസ്ഥാപനത്തിന് വേണ്ടിയാകുന്നു. കോമഡി. യുദ്ധത്തിൽ ബന്ധനസ്ഥരാക്കപ്പെടുന്നവരെ മുസ്ലിങ്ങൾ അടിമകളാക്കി വെക്കുമെന്നും അവരെ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ഒരു സ്വത്താക്കി തരം താഴ്ത്തുമെന്നും സ്ത്രീകളെ യഥേഷ്ടം ഉപയോഗിക്കുമെന്നും ശത്രുക്കൾ അറിഞ്ഞാൽ അവർ അന്യായമായും അക്രമമായും യുദ്ധത്തിന് തയ്യാറാവുകയില്ല. അത്തരം യുദ്ധങ്ങൾക്ക് മുസ്ലിങ്ങളും മുതിരുകയില്ലല്ലോ. അതിനാൽ ഈ നിയമം ലോകത്ത് ശാശ്വത സമാധാനം കൈവരുവാൻ ഏറ്റവും ഉപയുക്തമാണ്. ഈ യാഥാർത്ഥ്യം ഗ്രഹിക്കാതെ ചില ശത്രുക്കൾ ഇസ്ലാമിനെ ആക്ഷേപിച്ചു. അപ്പോൾ ചില അല്പജ്ഞന്മാർ ഈ നിയമത്തെ തന്നെ നിഷേധിച്ച് ഖുർആനെ വളച്ചൊടിച്ചു. ഹദീസുകളെ നിഷേധിക്കുകയും ചരിത്രം മാറ്റിമറിക്കുകയും ചെയ്തു. CN മൗലവി അവരെ അനുകരിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ തടവുകാരായി പിടിക്കുന്നവരെ അടിമകളാക്കുന്നതിൻ്റെ യുക്തി ഇപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെ നമ്മളെ സ്ത്രീകളെയൊക്കെ ഓരോ അടിമകളാക്കി കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ശത്രുക്കൾ വേഗം
യുദ്ധമില്ലാതെ കീഴടങ്ങിയാലും അടിമകളാക്കി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെന്താ ചെയ്യേണ്ടത്? അവർ വേഗം ഇസ്ലാം സ്വീകരിക്കണം. അതാണ് പ്രശ്നം. ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കീഴടങ്ങിയാൽ പിന്നെ അടിമകളാക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധ തടവുകാരെല്ലാം ഞങ്ങൾ പിടിച്ചുകൊണ്ടുപോയിട്ട് തടവുകാരായി വെപ്പാട്ടികളായി അടിമകളാക്കി യുദ്ധപ്പറമ്പിൽ പുതിയാപ്പിളാരെ മുമ്പിലിട്ട് തന്നെ ബലാത്സംഗം ചെയ്തിരുന്നത്. അങ്ങനെ ബലാത്സംഗം ചെയ്യുമ്പോൾ സഹാബികൾ ചോദിച്ചു, അയ്യോ ഭർത്താക്കന്മാരുള്ളപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ നബിയേയും ചോദിച്ചപ്പോൾ ആയത്തിറക്കിയിട്ട് അള്ളാഹു പാഞ്ഞു വന്നിട്ട് പറഞ്ഞു, പറ്റു മക്കളേലൊന്നും ഒരു കുഴപ്പമില്ല. ഖുർആൻ എന്തിനിറങ്ങിയതാണ്? എവിടുന്ന് ഇറങ്ങിയതാണ്? ആർക്ക് വേണ്ടി ഇറങ്ങിയതാണ്? ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ധാർമ്മികത സ്വയം മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആകാശത്ത് നിന്ന് നൂലുമ കെട്ടി ലോകാവസാനം വരേക്കും വേണ്ടി ഇറക്കി തന്നതാണ് ഖുർആൻ. മനസ്സിലായില്ലേ? കൂടുതലൊന്നും പറയുന്നില്ല. അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം.